ഏലിയാവ് പറയുകയാണ്, രാജാവ് പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയോ മഞ്ഞോ പെയ്യുകയില്ല. പ്രകൃതിയുടെ മേൽ, രോഗത്തിന്റെ മേൽ, പൈശാചിക മണ്ഡലത്തിന്റെ മേൽ, എല്ലാ ദുഷ്ട ആധിപത്യങ്ങളുടെ മേലും അവനൊരു ദൈവത്തിന്റെ അഭിഷിക്തന് അധികാരമുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് തീയായിരിക്കും. അത് ചില കാര്യങ്ങൾ ചെയ്യും, ചില കാര്യങ്ങളെ അത് നിവർത്തിക്കും. ചിലതിനെ തകർത്തു കളയും, ചിലതിനെ നേരെയാക്കും, ചിലതിനെ സൃഷ്ടിക്കും, ചിലതിനെ പിഴുതുകളയും, ചിലതിനെ പൊളിച്ചു കളയും. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷിക്തരുടെ വായിൽ നിന്ന് പുറപ്പെടും. അത് തീയായി പുറപ്പെടും. അത് വലിയ കാര്യങ്ങളെ നിവർത്തിക്കും. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, കർത്താവിന്റെ രാജ്യം വരുവാനായി, കർത്താവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറുവാനായി ആ വാർത്ത, ആ ശബ്ദം, ആ വചനം, ആ തീ വലിയ കാര്യങ്ങളെ ചെയ്യും. എന്തിനാണ്? കർത്താവിന്റെ നാമ മഹത്വത്തിനായി, കർത്താവിന്റെ രാജ്യം വരുവാനായി, കർത്താവിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറുവാനായി. അത് മഹത്വമുള്ള കാര്യങ്ങളെ ചെയ്യും.